ഉത്തർപ്രദേശിൽ ഹിന്ദുത്വവാദികൾ മുസ്ലിം പള്ളികൾക്ക് മേൽ കൂടുതലായി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് പള്ളികൾക്ക് മേൽ ഓരോന്നോരോന്നായി അവകാശവാദം ഉന്നയിച്ച് കോടതികളിൽ ഹർജികളിൽ എത്തുന്ന പ്രവണത കൂടിയത്. ഇതിനു പുറമെയാണ് ഇന്നലെ 185 വർഷം പഴക്കമുള്ള ഫതഹ്പൂരിലെ നൂരി മസ്ജിദ് തകർത്തത്. സംബലിലെ ഷാഹി മസ്ജിദിന് മേലുള്ള അവകാശവാദം 5 പേരുടെ ജീവനാണ് എടുത്തത്. ഇതിനൊപ്പം പ്രദേശത്ത് വ്യാപക അറസ്റ്റും ഉണ്ടായി. ഇതേ ചൊല്ലിയുള്ള പ്രതിഷേധം അണയും മുമ്പ് തന്നെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും 100-ലേറെ വർഷം മുമ്പ് നിർമ്മിച്ച പള്ളി നിയമവിരുദ്ധമായി നിർമ്മിച്ചെന്ന് അവകാശപ്പെട്ട് തകർത്തതോടെ ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ ഹൃദയങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-നാണ് സംബലിലെ പള്ളിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് ചദ്ദൌസി കോടതിയിൽ ഹർജി എത്തിയത്. അന്ന് തന്നെ കോടതി സർവേക്ക് ഉത്തരവിടുകയും ചെയ്തു. വൈകിട്ടോടെ അഭിഭാഷക കമ്മീഷൻ സർവേക്കെത്തി. വെളിച്ചക്കുറവ് മൂലം നിർത്തിവെച്ച സർവേ തുടർന്ന് പിന്നീട് 24-നാണ് തുടരുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടതോടെയാണ് ഭീതിതമായ അന്തരീക്ഷം ഉടലെടുത്തത്. പിന്നാലെ സമാനമായ ഹർജി ബദായൂനിലെ ഷംസി ഷാഹി പള്ളിക്കെതിരെയും തുടർന്ന് ജുവാൻപൂരിലെ അഡാല പള്ളിക്കെതിരെയും കോടതിയിലെത്തി. ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം ബാബരി മസ്ജിദ് ഒഴികെ ഒരു ആരാധനാലയത്തിനു മേലും അവകാശവാദം ഉന്നയിച്ചുള്ള ഹർജികൾ പരിഗണിക്കരുതെന്നാണ്. എന്നാൽ DY ചന്ദ്രചൂഡ് എന്ന മുൻ ചീഫ് ജസ്റ്റിസ് ആരാധനാലയ നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ ന്യൂനപക്ഷങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏത് പള്ളികൾക്കുമേലും അവകാശവാദം ഉന്നയിക്കാൻ ഹിന്ദുത്വവാദികളെ പ്രേരിപ്പിച്ചു. നേരത്തെ 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് വാരാണസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിന് നേരെയുള്ള തർക്കം സജീവമായത്. 2022 ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന് മാസങ്ങൾക്ക് മുമ്പാണ് ഗ്യാൻവാപ്പി പള്ളി വിഷയത്തിൽ കോടതിയിൽ ഹർജി എത്തുന്നത്. ഇതുണ്ടാക്കിയ വർഗീയ ചേരിതിരിവ് യോഗി ആദിത്യനാഥിന് UPയിൽ അധികാരം നിലനിർത്താൻ സഹായിച്ചെന്നാണ് വിലയിരുത്തൽ. 403 അംഗ നിയമസഭയിൽ 255 എന്ന മികച്ച ടാലിയോടെയാണ് BJP വിജയിച്ചത്. അയോധ്യയിൽ ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യം 3 മാസം മുമ്പ് മാത്രം നടത്തിയതും പൊതുതെരഞ്ഞെടുപ്പിലെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടായിരുന്നല്ലോ. അടുത്ത വർഷം ആദ്യമാണ് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള. ഈ ചടങ്ങിന് മുന്നോടിയായി വൻ ഒരുക്കങ്ങളാണ് യോഗി ആദിത്യനാഥ് നടത്തിവരുന്നത്. ഇതിന്റെ മുന്നോടിയായി ചടങ്ങ് നടക്കുന്ന പ്രദേശം കുംഭമേള എന്ന പേരിൽ ഒരു ജില്ലയായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ചടങ്ങോടെ യോഗി ആദിത്യനാഥിനെ ഇന്ത്യയുടെ എല്ലാം തികഞ്ഞ സമ്പൂർണ്ണ ഹിന്ദുത്വ നേതാവായി വാഴിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിന് RSSന്റെ പിന്തുണയുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആഗ്രയിൽ നടന്ന BJP പരിപാടിയിൽ സംസാരിക്കവേ ബിത്തേങ്ങേ കോ കാത്തേങ്കേ, നിങ്ങൾ വിഭജിക്കുകയാണെങ്കിൽ നിങ്ങളെയും വിഭജിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചത്. ബംഗ്ലാദേശിൽ ഹസീന വാജിദിനെതിരെ നടന്ന പ്രക്ഷോഭത്തിനിടെ ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ അക്രമ സംഭവങ്ങളെ പരാമർശിച്ചായിരുന്നു യോഗിയുടെ പ്രസ്താവന. ഈ മുദ്രാവാക്യം പിന്നീട് RSS നേതൃത്വത്തിന്റെ അനുമതിയോടെ മഹാരാഷ്ട്രയിൽ BJP ഉപയോഗിച്ചു. ഫലം മഹാരാഷ്ട്രയിൽ BJP വൻ വിജയവും നേടി. BJPയുടെ ഈ വർഗീയ വിഭജന നയം മുന്നിൽ കണ്ടാണ് സംബൽ വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി UPയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടി രംഗത്ത് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നീക്കത്തെ പ്രതിരോധിക്കുന്ന പ്രചാരണം നടത്തിയത് വഴി മികച്ച നേട്ടം കൈവരിക്കാനായത് SPക്ക് ഓർമ്മയുണ്ട്. അനാവശ്യ വിഷയങ്ങൾ സൃഷ്ടിച്ച് BJP ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണെന്ന നിലപാടാണ് പള്ളികൾക്ക് മേൽ കൊണ്ടുവരുന്ന പുതിയ ഓരോ അവകാശവാദങ്ങളെയും SP കണക്കാക്കുന്നത്. കോൺഗ്രസും വിഷയത്തിൽ SPക്കൊപ്പമാണ്. ഇക്കാരണത്താലാണ് സംബലിലേക്ക് PCC അധ്യക്ഷൻ അജയ് റായിയുടെ നേതൃത്വത്തിൽ യാത്ര നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ അത് തടഞ്ഞതോടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് MP-മാരുടെ സംഘം സംബലിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ഈ 2 യാത്രകളും UP പോലീസ് തടയുകയായിരുന്നു. എന്നാൽ ഇന്നലെ സംബലിലെ ഇരകളുടെ കുടുംബത്തെ ഡൽഹിയിലെത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്ക് കോൺഗ്രസ് അവസരമൊരുക്കിയാണ് മറുപടി പറഞ്ഞത്. ആരാധനാലയ വിഷയത്തിൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വിഭാഗം അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം കൂടിയായ ഡിസംബർ 6-ന് ഭരണഘടനാ പ്രചാരണത്തിന് തുടക്കമിട്ടിട്ടുമുണ്ട്. ദലിത് വിഭാഗത്തെ കൂടെ കൂട്ടിയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. BJPയുടെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തെ ഇത്തരത്തിൽ നേരിടാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. Waytonikah.com, the exclusive Muslim matrimonial site.